ഭാർഗവീ നിലയം എന്ന പേരിൽ സിനിമയായ ബഷീറിന്റെ കഥ. ഉത്തരം നീല വെളിച്ചം. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിന്റെ കൃതി. ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. സഫലമി യാത്ര എന്ന കൃതി ആരുടേതാണ്? ഉത്തരം NN കക്കാട്. പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ലിപി സമ്പ്രദായം. ഉത്തരം വട്ടെഴുത്ത്. കാക്കേ കാക്കേ കൂടവിടെ എന്ന കുട്ടിക്കവിത എഴുതിയതാര്? ഉത്തരം ഉള്ളൂർ S പരമേശ്വരയ്യർ. തത്വമസി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. ഉത്തരം സുകുമാർ അഴീക്കോട്. ഒരു കുടയും കുഞ്ഞു പെങ്ങളും ആരുടെ കൃതിയാണ്? ഉത്തരം മുട്ടത്ത് വർക്കി. ഓടക്കുഴൽ എന്ന കൃതിയുടെ കർത്താവാര്? ഉത്തരം G ശങ്കരക്കുറുപ്പ്. മലയാളത്തിലെ ആദ്യ മണിപ്രവാള ലക്ഷണ ഗ്രന്ഥം. ഉത്തരം ലീലാതിലകം. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട കവിതാ പുസ്തകം. ഉത്തരം രമണൻ. വഞ്ചിപ്പാട്ടിന്റെ ഉപജ്ഞാതാവ്. ഉത്തരം രാമപുരത്തു വാര്യർ. പപ്പു എന്ന കഥാപാത്രം ഏത് നോവലിലാണ്? ഉത്തരം ഓടയിൽ നിന്ന്. ഏറ്റവും അധികം അവാർഡുകൾ നേടിയ മലയാളം നോവൽ. ഉത്തരം അഗ്നിസാക്ഷി. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ് എന്നറിയപ്പെടുന്നതാര്? ഉത്തരം വൈലോപ്പിള്ളി. ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള സാഹിത്യഭാഷ. ഉത്തരം സംസ്കൃതം. ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷകൾ എത്ര? ഉത്തരം 6. ഭീമനെ നായകനാക്കി രണ്ടാമൂഴം എന്ന നോവൽ രചിച്ചതാര്? ഉത്തരം MT വാസുദേവൻ നായർ. സുഗതകുമാരിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി. ഉത്തരം അമ്പലമണി. മാപ്പിളപ്പാട്ടുകളുടെ മഹാകവി എന്നറിയപ്പെടുന്നതാര്? ഉത്തരം മോയിൻകുട്ടി വൈദ്യർ. നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. ഇത് ആരുടെ വരികളാണ്? ഉത്തരം കുറ്റിപ്പുറം കേശവൻ നായർ. കുമാരനാശാൻ കുട്ടികൾക്കായി രചിച്ച കൃതി. ഉത്തരം പുഷ്പവാടി. കുമാരനാശാന്റെ അവസാനത്തെ കൃതി. ഉത്തരം കരുണ. മലയാളത്തിലെ ആദ്യത്തെ സ്ത്രീപക്ഷ കാവ്യം. ഉത്തരം ചിന്താവിഷ്ടയായ സീത.